ഒരു ഫുൾ ഫിലിം ഡൗൺലോഡ് ചെയ്യാൻ വെറും ഒരൊറ്റ സെക്കൻഡ് മതി. ആലോചിച്ച് നോക്കണം, ഇന്ത്യയിൽ ഇപ്പോഴും 5G പോലും എല്ലായിടത്തും എത്തിയിട്ടില്ല. അപ്പോഴാണ് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് 10G ബ്രോഡ്ബാൻഡ് ചൈന കൊണ്ടുവരുന്നത്. ഇന്ത്യ മാത്രമല്ല, ഇപ്പൊ ഇവരുടെ മെയിൻ എനിമീസ് ആയിട്ടുള്ള അമേരിക്കയും ബാക്കിയുള്ള യൂറോപ്പ് കൺട്രീസ് പോലും ഇന്റർനെറ്റ് സ്പീഡിന്റെ കാര്യത്തിൽ ഇതിന്റെ അടുത്തെത്തിയിട്ടില്ല. നമ്മുടെ ഹുവായ് കമ്പനിയും ചൈന യൂണിക്കോമായി കൊളാബ് ചെയ്താണ് ഇപ്പൊ 10G ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് കൊണ്ടുവന്നത്. ഈ ചൈനയുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര രസമാണ്. ചൈന കോപ്പി എന്ന് പറഞ്ഞ പേരൊക്കെ പണ്ട് ഫെമിലിയർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ശരിക്കും പണ്ടത്തെ ചൈനയല്ല, അവർ മൊത്തം കളി മാറ്റിയിരിക്കുകയാണ്. കാരണം അവരെന്തിലൊക്കെയാണോ റെസ്ട്രിക്ട് ചെയ്തത്, അവരെന്തിലൊക്കെയാണോ ബാൻ ചെയ്തത്, അതൊക്കെ അവർ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. 2011 മുതൽ സ്പേസ് സ്റ്റേഷനിൽ ശരിക്കും ചൈനനെ ഒഫീഷ്യലി ബാർ ചെയ്തതാണ്. അതിന് പകരമായിട്ട് അവർ ടാങ്കോങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്വന്തമായിട്ട് ഒരു സ്പേസ് സ്റ്റേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ ChatGPTക്ക് പകരമായിട്ട് ഒരു DeepSeek കൊണ്ടുവന്നു. നമ്മൾ ഉപയോഗിക്കുന്ന യൂട്യൂബ്, ഗൂഗിൾ ഇതൊക്കെ ചൈനയിൽ റെസ്ട്രിക്റ്റഡ് ആണ്. അതിന് പകരമൊക്കെ അവർ പുതിയ പ്ലാറ്റ്ഫോമുകൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് ഐഷോ സ്പീഡിനെ കൊണ്ടുവന്ന് ഒരു ലൈവ് സ്ട്രീമിംഗ് നടത്തിയപ്പോഴാണ് ശരിക്കും ചൈന എത്രത്തോളം വലുതായെന്ന് ലോകം മനസ്സിലാക്കുന്നത്. അത് ചൈനയുടെ എതിരാളികളാണ് തങ്ങളെന്ന് പല രാജ്യങ്ങളും ഇവിടെ വീമ്പ് പറയുന്നുണ്ടെങ്കിൽ പോലും ശരിക്കും ചൈനയുടെ ജീവിത നിലവാരം ഈ പറയുന്ന പല രാജ്യങ്ങൾക്കും സ്വപ്നം കാണാൻ പറ്റുന്നതിലപ്പുറമാണ്. ഇന്ത്യയിൽ 6G കൊണ്ടുവരും, 6G വിഷനിലൂടെ 6G കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ വെറും അനൗൺസ്മെന്റ് ആയിട്ട് മാത്രം പോവുകയാണ്. പക്ഷെ ചൈനയിൽ അവരത് നടപ്പിലാക്കിയതിന് ശേഷമാണ് ഡയലോഗ് അടിക്കുന്നത് എന്നുള്ളൊരു വ്യത്യാസം കൂടിയുണ്ട്.